വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാനുമായുള്ള തെളിവെടുപ്പ് ഇന്നും തുടരും. സൽമ ബിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലാണ് നിലവിൽ തെളിവെടുപ്പ് നടക്കുന്നത്. കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഉച്ചയോടുകൂടി നെടുമങ്ങാട് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ അഫാനെ ഹാജരാക്കും. രാഹുൽ ജി നാഥിന്റെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഇന്ന് തെളിവെടുപ്പ് എപ്പോഴാണ് ആരംഭിക്കുക? എവിടെയൊക്കെയാണ് ഇന്ന് തെളിവെടുപ്പിനായി അഫാനെ കൊണ്ടുപോവുക? മോദി, ഗുഡ് മോർണിംഗ്. ഇന്ന് ഉമ്മുമ്മ സൽമ ബീവിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലാണ് നിലവിൽ തെളിവെടുപ്പ് നടക്കുന്നത്. ഇന്നെന്തായാലും കസ്റ്റഡി കാലാവധി പൂർത്തിയാകും. അതുകൊണ്ട് തന്നെ ഇന്ന് കോടതി അവധിയായതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റിനെ വീട്ടിൽ ഹാജരാക്കി കസ്റ്റഡി അപേക്ഷ നീട്ടി ചോദിക്കാനുള്ളൊരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. കാരണം ഇപ്പോൾ നിലവിൽ തെളിവെടുപ്പ് നടക്കുന്നത് താഴെപ്പാങ്ങോട് ചെന്ന് ഈ പ്രതി അഫാൻ നടത്തിയ കൊലപാതകം, അത് ഉമ്മുമ്മയാണ്, സൽമ ബീവിയാണ് അവിടെ താമസിക്കുന്നത്. അതുകൊണ്ട് പാങ്ങോട് പോലീസാണ് നിലവിൽ ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകി പ്രതിയുമായി തെളിവെടുപ്പ് തുടരുന്നത്. ഇന്ന് എന്തായാലും സൽമ ബീവിയുടെ ഇന്നലെ താഴെപ്പാങ്ങോട്ടെ വീട്ടിൽ പോയി കൊല നടത്തിയ രീതി പറഞ്ഞാൽ അരമണിക്കൂറോളം വലിയ പോലീസ് വിന്യാസത്തോടെ, വലിയ സുരക്ഷാ വലയത്തോടു കൂടിയാണ് ഇത്തരത്തിൽ തെളിവെടുപ്പ് നടന്നത്. ശേഷം ഇനി ഉള്ളത് ലത്തീഫിൻ്റെ ഭാര്യ സാജിദ, അവരുടെ കൊലപാതകമാണ്. പിന്നീട് അഫാൻ്റെ വീടുമായി ബന്ധപ്പെട്ടുള്ള കൊലപാതകങ്ങൾ, അത് പെൺ സുഹൃത്തുണ്ട്, ഒപ്പം അനിയൻ്റേതുണ്ട്, അമ്മയെ ആക്രമിച്ച കേസുണ്ട്. അത്തരത്തിൽ ഈ രണ്ട് കേസുകളിൽ ഇനി തെളിവെടുപ്പ് നടക്കാനുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് കസ്റ്റഡി അപേക്ഷ നീട്ടി ചോദിക്കുകയാണെങ്കിൽ ഇനി രണ്ട് പോലീസ് സ്റ്റേഷനുകളുള്ളത്. ഇന്ന് കിളിമാനൂർ പോലീസ് സ്റ്റേഷനാണ്, മറ്റേത് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനാണ്. വെഞ്ഞാറമൂട് പോലീസിന് എന്തായാലും 5 ദിവസത്തിലധികം തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനും വേണ്ടി വരുമെന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിൽ കസ്റ്റഡി അപേക്ഷ നൽകാൻ സാധ്യത വെഞ്ഞാറമൂട് പോലീസാണ്. ഇനി ഇതിന് ശേഷം, ഈ കസ്റ്റഡി അപേക്ഷയ്ക്ക് ശേഷം കിളിമാനൂർ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകി തെളിവെടുപ്പ് തുടരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് കസ്റ്റഡി അപേക്ഷ അവസാനിക്കുകയാണ്, മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കും. അതുവരെ ഈ 3 ദിവസം, അത് 8-ാം തീയതി വരെ, ഇന്ന് വരെയാണ് കസ്റ്റഡി അപേക്ഷ ഈ തെളിവെടുക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ ഹാജരാക്കി കസ്റ്റഡി അപേക്ഷ നീട്ടി ചോദിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. എന്തായാലും തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇന്നലെ തെളിവെടുപ്പ് വൈകാൻ കാരണം ഇത്തരത്തിൽ ശുചിമുറിയിൽ അഫാൻ കുഴഞ്ഞു വീണ്ടിരുന്നു. അത് തെളിവെടുപ്പോ അല്ലെങ്കിൽ ഈ വൈകിപ്പിക്കാനുള്ള കാരണമാണെന്നുള്ള സംശയങ്ങൾ പല രീതിയിൽ ഉന്നയിച്ചിരുന്നു.